നമസ്കാരം. ആത്മീയ കഥകളുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഭാത സമയത്ത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ ആഴത്തിൽ സ്പർശിക്കുന്ന ചില ആശയങ്ങളുമായി സംവദിക്കാൻ സാധിക്കുക, അതാണ് ഈ നേരം. കുട്ടിക്കാലം മുതലേ കേട്ട് പരിചയിച്ച ഒരു കഥയുണ്ട്. ധ്രുവൻ്റെ കഥയാണ്. ചെറുപ്പകാലത്ത് മുത്തശ്ശി ഭക്ഷണം തരുമ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു തരും, ധ്രുവൻ എന്നൊരു രാജകുമാരനുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് മുകളിലേക്ക് നോക്കി ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ കാണിച്ചു പറയും, അതാണ് പണ്ട് ഉത്താനപാദ മഹാരാജാവിൻ്റെ മകനായിരുന്ന ധ്രുവൻ. ധ്രുവ നക്ഷത്രമാണ്, എല്ലാ കാലത്തും ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ധ്രുവ നക്ഷത്രമാണ് അത് എന്ന് പറഞ്ഞു. ധ്രുവൻ്റെ കഥ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടിരുന്നത് വളരെ കൗതുകത്തോടുകൂടെയായിരുന്നു. വളരെ സാഹസികമായി തൻ്റെ ജീവിതത്തിൽ ഭഗവാനെ ദർശനം ഉണ്ടാവുക എന്ന സാഹസിക കൃത്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട കൊച്ചു ബാലൻ. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ ആദർശമായിട്ട് ധ്രുവനെ പോലെ ആകണം എന്നൊക്കെയുള്ള ആദർശം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ. പക്ഷെ നമ്മളോടൊപ്പം വളരുന്നതല്ലേ കഥകളെല്ലാം. നമ്മളുടെ ചിന്ത വളരുമ്പോൾ, നമ്മുടെ ആശയലോകം വികസിക്കുമ്പോൾ, നമ്മുടെ പരിസരം കുറച്ചുകൂടി വിപുലമാകുമ്പോൾ, നാം ലോകസാഹിത്യവുമായി, ലോകചിന്തകളുമായി, ലോകതത്വചിന്തകളുമായി ഒക്കെ പരിചയപ്പെടുമ്പോൾ നമ്മളോടൊപ്പം വളരും ഈ കുട്ടിക്കാലത്ത് കേട്ട പുരാണ കഥകളും ഇതിഹാസ കഥകളും നാടോടി കഥകളുമൊക്കെ. പക്ഷെ മുത്തശ്ശി നമ്മുടെ ഉള്ളിലിട്ട് തന്ന ആ കുഞ്ഞ് ആശയം നാം വലുതാക്കി വികസിപ്പിക്കാനുള്ള സാധ്യത നമ്മുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ഒരു വികാസം എൻ്റെ ഉള്ളിൽ സംഭവിച്ച കഥയാണ് വാസ്തവത്തിൽ ഈ ധ്രുവൻ്റെ കഥ. മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി ഉത്താനപാദ നൃപതേർ മനുനന്ദനസ്യ ജായാബഭൂവ സുരുചിർ നിതരാമഭീഷ്ട അന്യാ സുനീതിരിതി ഭർത്തുരനാദൃതാസാ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത് എന്ന് നാരായണീയത്തിൽ ഈ ധ്രുവനെയും ഉത്താനപാദനെയും അദ്ദേഹത്തിൻ്റെ 2 പത്നിമാരായ സുരുചിയെയും സുനീതിയെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കഥ കുട്ടിക്കാലത്ത് കേട്ടപ്പോൾ നമുക്കൊക്കെ കുറച്ച് സങ്കടമായി. ധ്രുവനക്ഷത്രത്തെ മുകളിൽ കാണാമെങ്കിലും ധ്രുവൻ അനുഭവിച്ച വേദനകളും യാതനകളും ഒക്കെ വലിയ സങ്കടമുണ്ടാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഉത്താനപാദൻ എന്ന മഹാരാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുരുചി എന്നും സുനീതി എന്നും. പക്ഷേ രാജാവിന്, നമ്മളൊക്കെ പലയിടത്തും കണ്ടിട്ടുള്ളതുപോലെ, രാജാവിനൊരല്പം സ്നേഹക്കൂടുതൽ സുരുചി എന്ന് പറയുന്ന തൻ്റെ 2ാമത്തെ ഭാര്യയോടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാര്യയുടെ പുത്രനായ ഉത്തമന് രാജാവിൻ്റെ അടുത്ത് സർവ്വസ്വാതന്ത്ര്യമായിരുന്നു. ഒരു ദിവസം ഉത്തമൻ രാജാവിൻ്റെ അടുത്ത് മടിയിലിരിക്കുമ്പോൾ ധ്രുവൻ വന്നിട്ട്, സുനീതയുടെ മകനായ ധ്രുവൻ വന്ന് അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം കയർത്തുകൊണ്ട് 2ാനമ്മ വന്നു പറഞ്ഞു, എൻ്റെ മകനായാൽ മാത്രമേ അച്ഛൻ്റെ മടിയിലിരിക്കാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ അച്ഛൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് ധ്രുവനെ തള്ളി ഇറക്കിയിട്ട് സുരുചിയുടെ മകനായ ഉത്തമനെ രാജാവ് മടിയിലിരുത്തിയെന്നും അമ്മ ധ്രുവനോട് അനീതി പ്രവർത്തിച്ചു, 2ാനമ്മ അനീതി പ്രവർത്തിച്ചു എന്നുമാണ് നമ്മൾ കഥ കേട്ടത്. അങ്ങനെ ധ്രുവൻ കരഞ്ഞുകൊണ്ടുപോയി തൻ്റെ അമ്മയായ സുനീതിയോട് ഈ സങ്കടം പറഞ്ഞു. സുനീതി പറഞ്ഞു, നീ ഭഗവാനെ തപസ് ചെയ്യൂ, ഭഗവാൻ നിനക്കൊരു മാർഗമുണ്ടാക്കിത്തരും. അങ്ങനെയാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ധ്രുവൻ ഭഗവാനെ തപസ്സു ചെയ്യുകയും എല്ലാ അനുഗ്രഹങ്ങളും നേടിക്കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ അധിപനായി എല്ലാ അധികാരങ്ങളും ധ്രുവന് ലഭിക്കുകയും ഭാവിയിൽ ധ്രുവനക്ഷത്രമായി വാഴുകയും ചെയ്യുക എന്ന അനുഗ്രഹമുണ്ടായത്. പക്ഷേ ഈ കഥ നമ്മളോടൊപ്പം വളർന്നത് എങ്ങനെയാണെന്നറിയുമോ? ഉത്താനപാദ മഹാരാജാവ് എന്നാൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ദൃഢമായ നീതി നടപ്പാക്കേണ്ട ഒരു മഹാരാജാവിന് ഒരു സ്ഥിരതയില്ലാത്ത സ്വഭാവമുണ്ടാവുക എന്നതാണ് അതിൻ്റെ താല്പര്യം. രാജാവിന് വാക്കിനോ ചിന്തയ്ക്കോ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരായി സൂചിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രത്തിൽ നടപ്പാകേണ്ട നീതിന്യായങ്ങളെയും
രാജാവിൻ്റെ വ്യക്തി താല്പര്യത്തെയുമാണ് രണ്ട് ഭാര്യമാരായി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് രാജാക്കന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതു കാലത്തെ ഭരണാധിപന്മാരുടെ രീതി എടുത്തു നോക്കിയാലും ആലോചിച്ചു നോക്കൂ. നീതി നടപ്പാകണമെന്നതാണ് രാജാവിൻ്റെ ഉത്തരവാദിത്തം. പക്ഷെ പലപ്പോഴും നടപ്പാകുന്നത് രുചിയാണ്. തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം, തൻ്റെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, തൻ്റെ മക്കൾക്ക്, തൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്വജനപക്ഷപാതിത്വമാണ് പലപ്പോഴും രാജാക്കന്മാരുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ രണ്ട് അന്തരങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവിന് സുരുചി എന്ന പ്രിയപ്പെട്ട ഒരു ഭാര്യയും സുനീതി എന്ന അകറ്റി നിർത്തിയിരിക്കുന്ന മറ്റൊരു ഭാര്യയും ഉണ്ടായത്. നോക്കൂ, സുരുചിയോട്, പ്രിയപ്പെട്ടവരോട് ഇഷ്ടം തോന്നുമ്പോൾ, അവർക്ക് വേണ്ടി വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉത്തമനെ മടിയിലിരുത്തുമ്പോൾ സുനീതി അവഗണിക്കപ്പെടുന്നു. ഇഷ്ടമുള്ളത് നടപ്പാക്കാൻ രാജാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നീതി അവിടെ അവഗണിക്കപ്പെടുന്നു. അതാണ് സുനീതിയോട് രാജാവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. ഇതൊരു വലിയ രാഷ്ട്രതന്ത്രത്തെ സൂചിപ്പിക്കുന്ന കഥയാണ്. സുനീതിയുടെ മകൻ ധ്രുവൻ രാജാവിൻ്റെ മടിയിലിരുന്നപ്പോൾ തള്ളി നീക്കി സുരുചി എന്ന് പറയുന്നത് രാഷ്ട്രത്തിൽ പ്രജകൾക്ക് എല്ലാ തരത്തിലും സാമ്പത്തികമായി, സാംസ്കാരികമായി, ധാർമ്മികമായി ഒരിടത്തും നീതി നടപ്പാകുന്നില്ല. നീതിയെ രാജസിംഹാസനത്തിൽ നിന്നും തള്ളിയകറ്റിക്കൊണ്ട് സുരുചിയുടെയും സുരുചിയുടെ പുത്രൻ്റെയും ഭരണമാണ് ആ രാജ്യത്ത് നടക്കുന്നത്. ആധുനിക കാലത്തും പലയിടത്തും ഇതെത്രമാത്രം പ്രസക്തമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. നീതി നടപ്പാകാത്ത ഒരു രാഷ്ട്രത്തിലാണ് ഒരു ഭഗവൻ നീതി പ്രവർത്തിക്കുന്നത്, പ്രകൃതിയുടെ നീതി പ്രവർത്തിക്കുന്നത്. അതാണ് ധ്രുവന് ലഭിച്ച ഈശ്വരാനുഗ്രഹം. ധ്രുവൻ എന്ന നീതിയുടെ പുത്രൻ, അവിടെ സുനീതിയുടെ മകൻ എന്ന ഭൗതികാർത്ഥം എടുക്കണ്ട, നീതിയുടെ പുത്രൻ ആ രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് വരുന്നു. ഈ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഉത്താനപാദൻ എന്ന വാക്കിന് സ്ഥിതിയില്ലാത്ത, കാൽപാദം നിലത്തുറയ്ക്കാത്ത, കാൽപാദം രാഷ്ട്രനീതിയിൽ ധർമ്മത്തിൽ ഉറയ്ക്കാത്ത ഒരു രാജാവിൽ നിന്നും ജനങ്ങൾക്ക് ധർമ്മം കിട്ടില്ല, ജനങ്ങൾക്ക് സത്യം നടപ്പാവില്ല, ജനങ്ങൾക്ക് ആവശ്യമായ നീതി കിട്ടില്ല. ആ രാഷ്ട്രത്തിൻ്റെ ഭരണവ്യവസ്ഥ തികച്ചും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരിടത്താണ് ധ്രുവൻ എന്ന് പറയുന്ന ധ്രുവമായ, ദൃഢമായ ചിന്തയുള്ള ഒരാൾ. അത് നീതി പെറ്റ മകനാണ്. നീതിയിൽ നിന്നേ ദൃഢമായ ചിന്തകൾ രൂപപ്പെടും. നാം പ്രവർത്തിക്കുന്നത് നീതിയാണെന്ന ഉറച്ച ബോധ്യത്തിലേ നമ്മുടെ വാക്കിന് ധൈര്യം വരൂ, നമ്മുടെ പ്രവൃത്തിക്ക് കൂടുതൽ ഉന്മേഷമുണ്ടാവുകയുള്ളൂ. അങ്ങനെ നീതിയുടെ ഭരണം ധ്രുവനിലൂടെ സ്ഥിരമായ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് രാഷ്ട്രത്തിൽ നീതി നടപ്പാക്കിയ ഒരു ഭരണതന്ത്രത്തിൻ്റെ കഥാവിഷ്കാരമാണ് വാസ്തവത്തിൽ ഉത്താനപാദ മഹാരാജാവിൻ്റെ കഥയിലൂടെ കുട്ടിക്കാലത്ത് നാം കേട്ടത്. അതുകൊണ്ടാണ് ഈ ധ്രുവൻ എന്ന നക്ഷത്രം ഒരിക്കലും നശിക്കാതെ രാഷ്ട്രത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ സർവകാല പ്രസക്തമായ പ്രതീകമായി ഇന്നും നക്ഷത്രമായി, താരമായി നിലനിൽക്കുന്നത്. ഈ കഥ നമ്മളോടൊപ്പം വളർന്ന കഥയാണ്. പുരാണ കഥകൾ ഒരുപക്ഷെ നമുക്ക് കുട്ടിക്കാലത്ത് അത് കഥയുടെ കൗതുകത്തിൽ നാം കേട്ടിരുന്നേക്കാം. പക്ഷേ അത് കൃത്യമായ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചില ചിന്തകൾ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ന ആശയത്തോടു കൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നമസ്കാരം.